ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ തഖൈതുന ഫലാ തഖ്വന ബിൽ ഖൗൽ ഫയകുമ അല്ലദീ ഫീ ഖൽബിഹി മറം വഖുൽനാ ഖൗലൻ മഅറൂഫാ وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى وأقمنا الصلاة. 32-33 വചനങ്ങളാണ് പെണ്ണുങ്ങളോട് നബിയുടെ ഭാര്യമാരോട് പറയാം. യാ നിസാൻ നബി, എല്ലാ പെണ്ണുങ്ങൾക്കും അത് ബാധകമാണ്. സ്ത്രീയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധമായ ഖുർആൻ അന്നത്തെ ലോകത്തോട് വിളിച്ചു പറയുന്നത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് അത് ബാധകമാണ് എന്നും അതിന് 16ന്റെ പവറുമാണ്. നിങ്ങൾ ആളുകളോട് അന്യ ആളുകളൊക്കെ സംസാരിക്കുമ്പോഴേ നിങ്ങൾ ഇങ്ങനെ കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ സംസാരിച്ചാൽ കുഴപ്പമെന്നറിയും. എല്ലാവരെയും ഹൃദയം ഒരുപോലെയാവൂല. പല ആളുടെയും ഹൃദയങ്ങൾ മലീമസമാകും. മലീമസമായ ഹൃദയമുള്ള ആളുകൾക്ക് നിങ്ങളുടെ ഈ സംസാരങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ആകർഷകരാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ സംസാരം നിങ്ങൾ സംസാരിക്കരുത് എന്ന് 14 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധമായ ഖുർആൻ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മേശപ്പുറത്ത് വന്നതിന് ശേഷം ഈ വചനത്തിന്റെ അർത്ഥത്തിന്റെ ആയം മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമാകും. ന്യായമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കാം, ആകർഷണീയമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. തന്നെയുമല്ല, നിങ്ങൾ നിങ്ങളെ പെരന്റെ അകത്തിരുന്നാൽ മതി, പുറത്തൊന്നും വല്ലാതെ ഇറങ്ങരുത്. പണ്ടത്തെ ആൾക്കാരൊക്കെ നടന്നാൽ മതി. എല്ലാവിധ സൗന്ദര്യങ്ങളോടും കൂടി എല്ലാവിധ സൗന്ദര്യങ്ങളും എടുത്ത് വസ്ത്രങ്ങളും വിധാനങ്ങളും ശരീരശൈലിയിലും എല്ലാ ശരീരത്തിന്റെ എല്ലാ ആക്ഷനുകളൊക്കെയും മറ്റുള്ള ആളുകൾ ആകർഷിക്കുന്ന രീതിയിലാവരുത്. ഉടനെ തന്നെ പറയുന്നു, നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും ചെയ്യുക. വീട്ടിൽ അടങ്ങിയിരിക്കുക, വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നമസ്കാര നിർവഹണം നടത്തുക. ഇതിന്റെ താല്പര്യം എന്തെന്നറിയോ? പെണ്ണുങ്ങൾക്ക് ആണുങ്ങളുമാരി ഇങ്ങനെ പള്ളിയിലും മറ്റുമൊന്നും പോയി നിസ്കരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിയിരിക്കണം. നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി നിങ്ങളുടെ നിസ്കാരവും നിങ്ങൾ നടത്തുകയും വേണം. ഒക്കെ വീടിന് അകത്താണ് വേണ്ടത്. എന്തേ ഇങ്ങനെ പറയാനുള്ള കാരണം? അതിനുള്ള മറുപടിയാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുന്നത്. ഇസ്ലാം നോക്കൂ, നിങ്ങൾ ഒരു പെണ്ണിന് സേഫ്റ്റി കൊടുക്കുകയാണ്. പെൺകുട്ടിയാകുമ്പോ തന്നെ സേഫ്റ്റിയാണ്, യുവതിയാകുമ്പോ നല്ല സേഫ്റ്റി കൊടുക്കുകയാണ്. വാർദ്ധക്യത്തിലാണെങ്കിലോ അതിലേറെ വലിയ സംരക്ഷണം കൊടുക്കുകയാണ്. ചെറുപ്പത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒരു പെണ്ണ് മറ്റൊരു പുരുഷന്റെ കയ്യിൽ സുരക്ഷിതയാണ് എന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഇസ്ലാം സൃഷ്ടിച്ച മാതൃക അവിടുന്ന് നോക്കൂ. നിങ്ങൾ ചെറുപ്പത്തിൽ ഈ കുട്ടികൾക്ക് ജനിക്കാൻ പോലും അവകാശം ഉണ്ടായിരുന്നില്ല. ഖുർആൻ പറഞ്ഞു, ഒരു നാൾ ചോദിക്കപ്പെടും, പെൺകുട്ടികളൊക്കെ നിഷ്കരണം ചെറുപ്പത്തിൽ ജീവനോടെ കുടിച്ചു മൂടിയുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്കാണ്. അവർക്ക് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ജീവിക്കട്ടെ, അവർ നിങ്ങളെപ്പോലത്തവരാണ്, അവർ ജീവിക്കട്ടെ. ഒരു പെൺകുട്ടിയുടെ ജന്മത്തിന്റെ വർത്തമാനം കേട്ടാൽ അവൻ വളരെയധികം വെറുക്കുന്നവനും ജനങ്ങളിൽ മുഖം താഴ്ത്തുന്നവനുമാണ് എന്ന് ഖുർആൻ പറയാം. ഇതിൽ നിന്ന് ഇവർക്ക് സേഫ്റ്റി നൽകി. ചെറുപ്പത്തിൽ ജീവിക്കുവാനുള്ള അവസരം ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് പെൺകുട്ടികളെ നിഷ്കരണം കൊച്ചുകൊന്നിരുന്ന് മണ്ണിൽ കുഴിച്ചു മൂടിയിരുന്ന ജീവനോടെ ഒന്ന് കൊന്നിട്ടാണെങ്കിൽ തിരക്കുള്ള ജീവനോടെ കുഴിച്ചു മൂടിയ കാലത്ത് അവർ അതിൽ നിന്ന് മോചനം നൽകി. എന്നിട്ട് പറയാം ചെറിയ പെൺകുട്ടികളാകുമ്പോൾ സുരക്ഷയാണെന്ന്. ആൺകുട്ടികളുടെ കാര്യം പറയാതെ പെൺകുട്ടികളുടെ കാര്യം പറയാൻ. 2 പെൺകുട്ടികൾക്ക് ആർക്കെങ്കിലും ആ സുരക്ഷ കൊടുത്താൽ 2 പെൺകുട്ടികളെ വളർത്തിയാൽ മതി. അവൻ ഖിയാമത്ത് നാളിൽ വരും. ഞാനും മോനും ഇതുപോലെയാണ്, സ്വർഗത്തിൽ ഇതുപോലെയാണ്. നോക്കൂ, നിങ്ങൾ പെൺകുട്ടികൾക്ക് സുരക്ഷയില്ലാത്ത കാലത്ത്, പെൺകുട്ടികളെ ജീവനോടെ കുടിച്ചു മൂടിയിരുന്ന കാലത്ത് 2 പെൺകുട്ടികളെ ഒരാൾ
ഉണ്ടാക്കിയാൽ അവർക്ക് പ്രായപൂർത്തിയാവുന്നത് വരെ യാതൊരു പ്രയാസവും വരുത്താതെ വളർത്തിയാൽ ഞാനും അവരും ഇങ്ങനെയാണ് സ്വർഗത്തിൽ നിന്ന് പഠിപ്പിക്കാൻ മാത്രം ഈ ഒരു പെൺകുട്ടിയുടെ ചെറുപ്പത്തിൽ അവർക്ക് സുരക്ഷ കൊടുക്കാൻ മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇസ്ലാം സൃഷ്ടിച്ച മാതൃക ഇതാണ്. എന്തെങ്കിലും പെൺകുട്ടികൾക്ക് ക്ഷതമേൽക്കുമോ എന്ന് പേടിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മുറു ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ സബഇ സിനീൻ വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 സിനീൻ. 7 വയസ്സാവുമ്പോൾ കുട്ടികൾ നിസ്കരിക്കാൻ വേണ്ടി പറയണം. 10 വയസ്സായി നിസ്കരിച്ചെങ്കിൽ അടിക്കണം. അല്ലാഹു റസൂൽ അടിക്കാൻ വേണ്ടി പറയണം. അതിന്റെ കൂടെ തന്നെ പറയുന്നു, ചെറുപ്പത്തിൽ ഒരു പെൺകുട്ടി അവളെ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ കൂടെ നടക്കുന്ന നിങ്ങളെ സഹോദരന്മാരും സഹോദരിമാരുമാവാം. എന്നാലും അറിവില്ലാത്ത രീതിയിൽ എന്തെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് നിസ്കരിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ 10 വയസ്സായാൽ അടിക്കണമെന്ന് പഠിപ്പിച്ചതുപോലെ നിങ്ങൾ ഈ കുട്ടികളെ 10 വയസ്സായാൽ പിന്നീട് ഒരേ ബെഡിൽ കിടക്കരുത് എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ പെണ്ണുങ്ങൾക്കുള്ള ഇസ്ലാം സൃഷ്ടിച്ച സുരക്ഷയുടെ മാതൃക ഇതാണ്. ചെറുപ്പത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിച്ചത്. പിന്നെയോ ഇതൊരു വല്ലാതെ നിർദ്ദേശം. പലരും ചോദിക്കും, ഉപ്പാന്റെ കൂടെ 10 വയസ്സായ പെൺകുട്ടിയെ കടത്തരുത്, ഉമ്മാന്റെ കൂടെ 10 വയസ്സായ ആൺകുട്ടിയെ കടത്തരുത്. മാറോട് ചേർത്ത് പിടിച്ചും വല കൊടുത്തു വളർത്തിയ പ്രിയപ്പെട്ട മാതാവിന് സ്വന്തം ആൺകുട്ടിയെ 10 വയസ്സായ കൂടെ കടത്തരുത്. ഏറ്റവും അധികം തലയിൽ വെച്ചുകൊണ്ട് ലാളിക്കുന്ന പ്രിയപ്പെട്ട മോളെ പ്രിയപ്പെട്ട പിതാവ് 10 വയസ്സായാൽ സ്വന്തം ബെഡിൽ കിടത്തരുത്. ഇത് ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ഈ സ്ത്രീ സുരക്ഷയുടെ ചെറുപ്പകാലം മുതൽക്ക് തന്നെ ഇത്ര വലിയ മാതൃക സൃഷ്ടിച്ചത് ഇസ്ലാം മാത്രമാണ് എന്നുള്ളത് നമുക്ക് മറ്റുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് ചെറുപ്പകാലം. ഇത് യൗവനമാണെങ്കിലോ ഒരു ചെറുപ്പക്കാരന്റെ കയ്യിലാണ് ഒരു പെണ്ണിന്റെ സുരക്ഷയുള്ളത്. പ്രായപൂർത്തിയായാൽ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരാണിന്റെ കയ്യിലേക്ക് അത് അല്ലാഹുവിന്റെ നിർദ്ദേശം. അല്ലെങ്കിൽ വളർത്താളെ കപ്പാസിറ്റി ഒക്കെ ഏത് ബാപ്പാർക്കുണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞു വങ്കിഹുല്ലയാമാമിൻകും നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അന്യൊരു പുരുഷന്റെ കയ്യിലേക്ക് ശക്തമായ കരാറടിസ്ഥാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ. ശക്തമായ കരാറാണ്. ഈ കരാറ് നല്ല നിലക്കോളം നോക്കണം. കയ്യില്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ പറഞ്ഞേക്കണം. ഈ കരാറ് മീസാക്കൻ വലിയ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത് ഒരു പെൺകുട്ടിയുടെ കാര്യത്തിനാണ്. എന്നിട്ട് പറയുന്നു കല്യാണം കഴിച്ചാൽ പോരാ. ഒരു യുവതിയായ പെണ്ണിന് ആണിന്റെ തണല് വേണം. ആണുണ്ടാകുമ്പോഴേ പെണ്ണ് പുഷ്പിക്കൂ. ആ പെണ്ണിന്റെ സുരക്ഷ ഇസ്ലാം യൗവനത്തിൽ നൽകുന്നത് എത്ര ശക്തമായ രീതിയിലാണ്. നിങ്ങൾക്ക് പെണ്ണുങ്ങന്മാരുടെ മേലെ ചില കടപ്പാടുകളുണ്ട്. ഈ കടപ്പാടുകൾ എന്താണെന്നറിയോ? നിങ്ങൾ നല്ല രീതിയിലേക്ക് നന്മ ചെയ്യണമെന്നുള്ളതാണ്. പെണ്ണുങ്ങളോട് നന്മ ചെയ്യാൻ ഇസ്ലാമിന്റെ സ്ത്രീ സുരക്ഷയുടെ ഈ മാതൃക വലിയതാണ്. യൗവനത്തിന്റെ തളപ്പിലാണ് അവളെ ഒരു പുരുഷന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ പെണ്ണിന് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാനുള്ള നിർദ്ദേശം വരുന്നത്. അവർക്ക് നിങ്ങൾ വസ്ത്രം മേടിച്ചു കൊടുക്കുമ്പോഴേ നല്ല വസ്ത്രം നിങ്ങൾ അവർക്ക് മേടിച്ചു കൊടുക്കണം. ഓരോ 6 മാസം കൂടുമ്പോഴും നിങ്ങൾ അവർക്ക് നല്ല രീതിയിലുള്ള വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കണം. നിങ്ങൾ അങ്ങാടിയിലും ഹോട്ടലിലും പോയി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് ചുരിയും തുടച്ചുകൊണ്ട് പോകുന്നത് ഒരു പെണ്ണിനോട് ചെയ്യുന്ന മര്യാദകളാണ്. ഒരു പെണ്ണിന് നീ ഭക്ഷിക്കുന്ന ഭക്ഷണം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ നീ പെണ്ണ് കെട്ടേണ്ടത്, കഴിയുമെങ്കിലേ നീ കെട്ടേണ്ടതുള്ളൂ. ഇസ്ലാമിന്റെ മാതൃക നോക്കൂ നിങ്ങൾ. ഇത് യൗവനത്തിന്റെ പ്രസവത്തിൽ പോലും ആരും നേരിടാൻ പറ്റുന്ന അരോഗതകള യാത്രയാണെങ്കിൽ പോലും അപ്പോഴും ഒരു പുരുഷന്റെ കയ്യിലാണ് പെണ്ണിന്റെ സുരക്ഷ എന്ന് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചു തരികയാണ്. ഇനിയുള്ളത് വാർദ്ധക്യ സഹജമായ സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങളിലാണെങ്കിലോ അപ്പൊ വല്ലാത്ത സുരക്ഷയാണ്. എപ്പോഴും കൂടെയാണ്. കൈപിടിക്കാനാണ്, കാട് തടവാനാണ്, ഉമ്മാനെ കൊണ്ടു നടക്കാനും ഉമ്മാനെ കുളിപ്പിക്കാനും മക്കളെ എന്താണെന്നറിയോ? ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം എന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ്
വാർദ്ധക്യ സന്ദർഭങ്ങളിലും ഇസ്ലാം പെണ്ണിന് സുരക്ഷ നൽകുന്നത് ഒരു ബാപ്പാന്റത് എന്ന് പറഞ്ഞില്ല. തന്നെയുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഞാൻ യുദ്ധത്തിന് വരട്ടെയോ നബിയെ എന്ന്. യുദ്ധം പവിത്രമാണ്, അതിൽ പങ്കെടുക്കണമെന്നുള്ളതാണ്. ചോദ്യാക്കൾക്ക് വലിയ പവറുണ്ട്. പക്ഷേ മഹാനായ പുണ്യ നബി ചോദിച്ചവരോട്, ഹല്ലക മിൻ ഉമ്മിൻ, നിനക്ക് മദറുണ്ടോ? നിന്റെ മദർ ജീവിച്ചിരിപ്പുണ്ടോ? പുണ്യ നബി ആ മനുഷ്യനോട് ചോദിക്കുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഫൈനൽ ജന്നത ഇൻദ റിജ്ലൈഹാ. നീ ഇപ്പൊ യുദ്ധം ചെയ്യാൻ വേണ്ടി വരികയല്ലേ, നീ വരണ്ട. ശത്രുക്കളോട് വാളെടുത്തുള്ള പോരാട്ടത്തെക്കാൾ വലിയ പോരാട്ടം, വലിയ യുദ്ധം എന്ന് പറയുന്നത് നിന്റെ പ്രിയപ്പെട്ട മാതാവല്ലേ. ആ മാതാവിന്റെ കാലുകൾ പോയിരിക്ക്, നീ അവിടെ ഇരിക്ക്. ആ ഉമ്മാന്റെ കയ്യും കാലും തടവിയിരിക്ക്. ആ ഉമ്മാനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉമ്മയുമായി നീ സഹവസിക്കണം. ഇതാണ് നിന്റെ പോരാട്ടം എന്ന് പറഞ്ഞ് വാർദ്ധക്യ സഹജമായ സന്ദർഭത്തിൽ ഒരു പെണ്ണിന് സുരക്ഷ നൽകുന്നത് ഇസ്ലാമിന്റെ മാതൃക വലിയതാണ്, വലിയ മാതൃകയാണ്. തന്നെയുമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, വലാ തുസാഫിൽ മർഅതു ഇല്ലാ ദി മഹറം. സ്വന്തം യാത്ര, ഞാനിപ്പോ എല്ലാത്തിനും പറ്റും, വിദ്യാസമ്പന്നയാണ്, ഞാൻ എല്ലാ രംഗത്തും എനിക്കെല്ലാം പറ്റുന്ന സന്ദർഭമാണ് എന്ന് വിചാരിച്ച് ഒറ്റയ്ക്ക് യാത്രക്ക് പോകാൻ പാടില്ല എന്നുള്ളതാണ്. വലാ തുസാഫിൽ മർഅതു ഇല്ലാ മാ ദി മഹറം. സ്വന്തം മാങ്ങള് വേണം, അല്ലെങ്കിൽ മക്കള് വേണം, അല്ലെങ്കിൽ ഭർത്താവ് വേണം. ഒറ്റക്ക് വലിയ യാത്ര ചെയ്യാൻ ഒരു പെണ്ണിനെ തടഞ്ഞത് ഇസ്ലാമാണ്. എന്തിനാണെന്നറിയോ? ആ പെണ്ണിന്റെ സുരക്ഷ അതിലാണ് എന്ന് മനസ്സിലായിക്കൊണ്ടാണ് എങ്ങനെ പറഞ്ഞത്. അല്ലാതെ പെണ്ണിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായത് കൊണ്ടല്ല. പെൺകുട്ടികളുടെ ഇടയിൽ, ആൺകുട്ടികളുടെ ഇടയിൽ വിവേചനം കാണിക്കാൻ പാടില്ല എന്നാണ്. പുണ്യനബിയുടെ സദസ്സിൽ ഒരാൾ വന്നിരിക്കുകയാണ്. ഒരാൺകുട്ടി ഓടി വരികയാണ്. ഓടി വന്ന ആൺകുട്ടി എടുത്തുകൊണ്ട് കാലിന്റെ തുടയിൽ അദ്ദേഹം ഇരുത്തിയിട്ട് ചുംബനങ്ങൾ നൽകി ആ കുട്ടിയെ സ്നേഹിച്ചു. ഉടനെ തന്നെ അതാ വരുന്നൊരു പെൺകുട്ടി ആ സദസ്സിലേക്ക്. മഹാനായ പ്രവാചകൻ അതൊക്കെ കാണുകയാണ്. ഈ മനുഷ്യൻ ആ പെൺകുട്ടിയെ എടുത്തിട്ട് തറയിലിരുത്തി. അല്ലാഹു റസൂൽ അവിടുന്ന് പറഞ്ഞു, നീ ഒരു ആൺകുട്ടി വന്നപ്പോ നിന്നെ തുടയിലെടുത്തി ലാളിച്ചുവല്ലേ? ഒരു പെൺകുട്ടി വന്നപ്പോൾ ഈ പെൺകുട്ടിയെ തറയിലെടുത്തിയല്ലേ? നിന്റെ മറ്റേ തൊടയിൽ എന്തുകൊണ്ട് ഈ കുട്ടിയെ നീ ഇരുത്തിയില്ല എന്ന് പുണ്യനബി ഈ പെൺകുട്ടിയുടെ കാര്യം ഒരു ബാപ്പനെ പഠിപ്പിച്ചത് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണാവുന്നതാണ്. തന്നെയുമല്ല, മഹാനായ പ്രവാചകൻ അവസാനത്തെ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗത്തിൽ അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, പെണ്ണുങ്ങളെ കാര്യത്തിൽ നിങ്ങൾ നല്ലോണം ഞാൻ ചില കാര്യങ്ങൾ വസിയ ചെയ്യാൻ, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞു. പെണ്ണുങ്ങളുടെ കാര്യം അവസാനത്തെ പ്രഭാഷണത്തിലും ലോകത്തോട് വിളിച്ചു പറഞ്ഞ്, ചരിത്ര പ്രസിദ്ധമായ പ്രഭാഷണത്തിലും പെണ്ണുങ്ങളുടെ കാര്യം പറഞ്ഞ് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ശബ്ദിച്ച പുണ്യ നബി മുഹമ്മദ് മുസ്തഫാന്റെ വചനങ്ങളും ഇസ്ലാമിക കാഴ്ചപ്പാടുകളും ജസ്റ്റിസ് ഹെമ്മ കമ്മീഷൻ റിപ്പോർട്ട് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നെങ്കിലും അത് മറച്ചു വെക്കപ്പെട്ടതായിരുന്നെങ്കിലും അതിന്റെ ചില ഭാഗങ്ങൾ പുറത്തു വന്നപ്പോൾ ഈ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് പ്രസക്തമാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ വളരെയേറെ പ്രസക്തമാണ് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കുക.